ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ഇന്ന് ഈവനിങ് സ്നാക്കോട്ടൊരു അടിപൊളി റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് നല്ല കോമ്പിനേഷനാണ്. കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ ഞാനൊരു പാനിലേക്ക് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം വേണം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ. ഇതേപോലെ നന്നായിട്ട് ഇളക്കി ആ വെള്ളമെല്ലാം റവ വലിച്ചെടുക്കും. അങ്ങനെ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കണ്ടോ, ഇങ്ങനെ ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേതിലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ചൂടാറിന് ശേഷം മാത്രം നമുക്കത് എടുത്താൽ മതിയാവും. പ്ലേറ്റിൽ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്. നമുക്കിതിനുള്ള ചട്നി റെഡിയാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സവാള നീളത്തിലരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് 2 വറ്റൽ മുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതലുള്ളവർക്ക് വീണ്ടും കൂടുതലിടാം. ഇനി ഒരു 5 വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് ഞാൻ മല്ലിയുടെ തണ്ടുണ്ടല്ലോ, ഒരു 6 മല്ലിയുടെ തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് 2 പഴുത്ത തക്കാളിപ്പഴം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി ഈ തക്കാളിക്ക് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തുടയും. ഈ സമയം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക്, ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരിക കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരിക. ഇപ്പോൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം. എണ്ണയിലേക്ക് കടുക്, കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ച് നമ്മൾ ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കിടിലൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. കയ്യിൽ ഇച്ചിരി എണ്ണയോ നെയ്യോ വല്ലതും തടവിയാൽ എളുപ്പമുണ്ടാവും. ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നടുക്ക് ഇങ്ങനെ ഒരു തുള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മുറുക്കിൻ്റെ ഒരു ഷേപ്പ് കേട്ടോ. മോതിര മുറുക്കെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യമേ ഇത് തൊടുകയേ ചെയ്യില്ല കേട്ടോ, കാരണം ഇത് ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങനെ കിടക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടാൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തോളൂ കേട്ടോ. കൂടെ അടുത്ത് തന്നെ നിൽക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ പതിയെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക. നല്ലൊരു കളർ ചേഞ്ച് ആവും. ഒരു ഗോൾഡൻ നിറമായി കഴിയുമ്പോൾ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ അത് നല്ലൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്, നല്ലതായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഈ ചട്നിയും കൂടെ ഇത് കഴിക്കണതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. നല്ല കറുമുറാന്നിരിക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. മോതിര മുറുക്കെന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.